ലഹരിക്കെതിരെ 20 ലക്ഷം ജനങ്ങളെ അണിനിരത്തുന്ന 2 മില്യൺ പ്ലഡ്ജ് പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. സമ്പൂർണ്ണ ഡിജിറ്റൽ ബജറ്റാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് പി ഗവാസ് ആണ് ബജറ്റ് അവതരണം നടത്തിയത്. ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. സോളാർ ഫെൻസിംഗ് പദ്ധതി വ്യാപകമാക്കും. ഇതിനായി 33 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കർഷകർക്ക് സബ്സിഡി നൽകുന്നതിന് 15 ലക്ഷം രൂപ മാറ്റിവെക്കും. അങ്ങനെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി മൊത്തത്തിൽ 4,09,80,000 രൂപ മാറ്റിവെക്കുന്നു. ഇത്തവണ സമ്പൂർണ്ണ ഡിജിറ്റൽ ബജറ്റായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അവതരിപ്പിച്ചത്. കടലാസിൽ നോക്കി ബജറ്റ് അവതരിപ്പിക്കുന്ന രീതി പൂർണ്ണമായും മാറി. പകരം ടാബിൽ നോക്കിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ബജറ്റ് വിശദാംശങ്ങളുടെ ഡിജിറ്റൽ രൂപം സന്ദേശമായി എത്തി. ഭരണസമിതി പ്രവർത്തനങ്ങളെ പരിപൂർണമായും സഹായിക്കുന്നതിൽ, പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ സഹകരണവും പിന്തുണയും ജില്ലാ പഞ്ചായത്തിന് ലഭ്യമാവുന്നുണ്ട്. ഭിന്നശേഷി, വയോജനം, ആരോഗ്യം, ഊർജ്ജം എന്നീ മേഖലകളിലായി സംസ്ഥാന തലത്തിൽ 4 അവാർഡുകൾ ഈ ഭരണസമിതി കാലയളവിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ പ്രത്യേക പദ്ധതിയാണ് ബജറ്റിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അവതരിപ്പിച്ചത്. ജൂൺ 23-ന് 20 ലക്ഷം ജനങ്ങളെ അണിനിരത്തി ജില്ലയിൽ ലഹരിക്കെതിരെ 2 മില്യൺ പ്ലഡ്ജ് പദ്ധതി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി നാളെ ആലോചനാ യോഗം ചേരും. ഏപ്രിൽ ആദ്യം വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുള്ള ബഹുജന ജില്ലാ ജനറൽ ബോഡി സംഘടിപ്പിക്കും. ഏപ്രിലിൽ ബാലുശ്ശേരിയിൽ ജനപ്രതിനിധികൾ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് നടത്തും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജില്ലയിലാകെ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രചാരണത്തിനായി സെലിബ്രിറ്റികളെ അടക്കം എത്തിക്കും. പ്രതിരോധ സേന, വനിതാ യുവജന വിദ്യാർത്ഥി സ്ക്വാഡുകൾ എന്നിവ പഞ്ചായത്ത് തലങ്ങളിൽ രൂപീകരിക്കും. ജില്ലാ പഞ്ചായത്ത് വിഹിതത്തിനൊപ്പം CSR ഫണ്ടും സ്പോൺസർഷിപ്പും ഇതിനായി ഉപയോഗിക്കും. രാസലഹരികൾക്കെതിരായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ ജനകീയ ക്യാമ്പയിൻ ഉയർന്നു വരണം. അതിനാവശ്യമായ പ്രഖ്യാപനം ഈ ബജറ്റിൽ നടത്തുകയാണ്. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃപരമായ പങ്ക് ഈ സദുദ്യമത്തിൽ ഉണ്ടാവണം. മാർച്ച് 26 നാളെ ഇത് സംബന്ധിച്ച ആദ്യ ആലോചനാ യോഗം നടക്കും. തുടർന്ന് ജില്ലയിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും കോർത്തിണക്കി യോഗം ചേരും. ഏപ്രിൽ മാസം ആദ്യവാരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാര സംഘടനകൾ, ബഹുജന സംഘടനകൾ തുടങ്ങി എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഒരു ജില്ലാതല ജനറൽ ബോഡി സംഘടിപ്പിക്കും. 139,89,88,078 രൂപ വരവും 127,12,36,765 രൂപ ചെലവും 11,27,51,313 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.